ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിലുള്ള പാട്ടുകാർ, അതായത് നടന്മാർ തന്നെ പാടുന്നു. പിന്നീട് ടി കെ ഗോവിന്ദറാവുവിൽ തുടങ്ങിയുള്ള പിന്നണി ഗായകർ, പിന്നീട് നമുക്കറിയാം കമുകറ പുരുഷോത്തമനെ പോലെയുള്ളവർ ആത്മവിദ്യാലയമേ അതൊക്കെ പാടി അദ്ദേഹമാണ്. ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ അതൊക്കെ പാടിയത് അദ്ദേഹമാണ്. തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ വരികൾ. അപ്പോൾ അങ്ങനെ കമുകറ, അതിനുശേഷം ഉദയഭാനു, എ എം രാജ മലയാളത്തിൽ ഒരു വലിയ തരംഗമായി മാറുകയായിരുന്നു. അങ്ങനെ അവർ വളരെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് 1962 കൃത്യമായി പറഞ്ഞാൽ 1961 നവംബർ 14 ഒരു ശിശുദിനത്തിൽ 1961 ശിശുദിനത്തിന് ഒരു പുതിയ ഗായകൻ മലയാളത്തിലേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്ന യേശുദാസ്. അദ്ദേഹം 1961 നവംബർ 14 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരികൾ. അതിനകത്ത് 4 വരി. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ 4 വരിയാണ് യേശുദാസ് ആദ്യമായി പാടുന്നത്. അത് അദ്ദേഹത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് എം ബി ശ്രീനിവാസൻ.